നമ്മൾ നമ്പർ വൺ എന്നിങ്ങനെ വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്നിടത്താണ് ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. അതായത് ഒരു ജനപ്രതിനിധി ചാണ്ടിയുമ്മൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ഇതിനകത്ത് ആളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ശ്രീയൊക്കെ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഒരു ജീവൻ എന്ന് പറയുന്ന ഒരു ജീവൻ അതൊരു ഒറ്റപ്പെട്ട ജീവനല്ല, അതിന് ഒരു ജീവന് പോലും വിലയുണ്ട്. ഇപ്പോൾ വിമാനം പറത്തുമ്പോൾ 99.9% ആക്യുറസി മതിയോ? 99.9% സേഫ്റ്റി പോരാ, 100% വേണം. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഇവിടെ 100% ഇത് വേണം. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് ഇതുപോലെ അപകടത്തിൽപ്പെട്ട്, അതായത് അനാസ്ഥ മൂലമുള്ള അപകടത്തിൽപ്പെട്ട് മരിക്കാനാണോ? നമുക്ക് വേറെ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രൈവറ്റ് സെക്ടറിൽ പോകുന്ന, ഇത്രയും സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഒരു സംസ്ഥാനത്ത് ആളുകൾ സർക്കാർ ആശുപത്രിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് വേറെ ഒരു മാർഗമില്ലാത്തത് കൊണ്ടാണ്. അവരെ പരിഹസിക്കരുത്, അവരെ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൊപ്പഗാൻഡ നടത്തരുത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിന് കംപ്ലീറ്റ്ലി ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകണം. ജനങ്ങൾ ഈ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഭരണകർത്താക്കളും എല്ലാം സർക്കാർ ആശുപത്രികൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ചില രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളും സർക്കാർ ആശുപത്രിയിൽ പോകുന്നുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഒരു VIP ടീം ഉണ്ടാക്കും. ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റീസിനെയും റിസോഴ്സസിനെയും മൊബിലൈസ് ചെയ്തിട്ട് ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്നതിനേക്കാൾ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. ഇവർ പുറത്തിറങ്ങിയിട്ട് ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ഇടും, സർക്കാർ ആശുപത്രികൾ എത്ര മെച്ചം. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഡോക്ടർ ഹാരിസിൻ്റെ ഈ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം സംഘടിതമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം ഓരോരുത്തരും കേരളത്തിൽ ആരോഗ്യമേഖല എത്ര മെച്ചമാണ്, എൻ്റെ കുഞ്ഞിനെ. ഇവർ പറയുന്നതൊക്കെ 90-ന് മുമ്പുള്ള കാലത്തെ കഥകളാണ്. എൻ്റെ അച്ഛനെ കൊണ്ടുപോയിട്ടുണ്ട്, ആദ്യമായിട്ടും. ഇവരാരെങ്കിലും ഈ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ടോ? ഇവരുടെ മക്കളോ ഇവരുടെ ബന്ധുക്കളോ ആരെങ്കിലും സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്നും പറയത്തില്ല. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു റിയാലിറ്റി ചെക്ക് ഉണ്ടാകണം. ബാക്കിയുള്ള അനാവശ്യ ചെലവുകളെല്ലാം മാറ്റിവെച്ചിട്ട് ആരോഗ്യ മേഖലയ്ക്ക് ധാരാളം പണം അനുവദിക്കണം. ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, ഭക്ഷണം, ട്രാൻസ്പോർട്ട്, ഈ സെക്ടറുകളാണ് സർക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ കാണുന്ന ഉത്സവങ്ങൾക്ക് പൈസ മുടക്കുക, ഈ കേരളീയം പോലുള്ള ഇത് ഉത്സവങ്ങൾ നടത്തി, ഇതൊന്നും അല്ല ചെയ്യേണ്ടേ. എല്ലാ തരത്തിലുള്ള ബാക്കി ചെലവുകൾ വെട്ടിക്കുറച്ചിട്ട് ഈ പ്രയോറിറ്റി മേഖലകളിൽ പണം ചിലവാക്കണം. അതിന് വേണ്ടത് ഒരു പാരഡൈം ഷിഫ്റ്റാണ്. ഈ പാരഡൈം ഷിഫ്റ്റ് വരണമെങ്കിൽ നിങ്ങൾ പ്രൊപ്പഗാൻഡ മോഡിൽ നിന്നും മാറി ഭരണത്തിൻ്റെ പ്രോ പീപ്പിൾ, ഭരണത്തിൻ്റെ മോഡിലോട്ട് വരണം.